Hi friends, I am Sheji Augustine. Another video. I share market in the Kelkumatane, Namalagaritum, either the water complicated Kariana. The Namak Mansalaka and Buddha. But a Satitilla is share market and the Namak Mansalaka on the Undu. If a Palan share market, Pana industry in the I put a Palayalum, Urvada Paisan there and the Palaracum, Padanashtapadunda. E share market Padanashtapadan, Palagan, but say Pradhanam either a car on the share market, share like Vectamaya, Arivilla Tondan in the Namaparade. About this is share market. Share market is the share channel subscribe. This share market and stock market is a very wide subject. Now, we will see a video. Now, the stock market is a stock market definition. Stock market is a place where shares of publicly listed companies are traded. This is the stock market definition. That is, publicly listed company share trade stock market is the definition. Now, this is one share, company, publicly listed company. Company private limited company, public limited company. Private limited company and the share public limited company share share ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള മൂല്യത്തെ പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിലൊരു ഭാഗത്തെയാണ് ഒരു ഷെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള മൂല്യം എന്ന് പറയുമ്പോൾ കമ്പനിക്ക് സ്വന്തമായിട്ടുള്ള സ്ഥലം ഉണ്ടാകാം, അതുപോലെ തന്നെ കമ്പനിക്ക് സ്വന്തമായിട്ട് ബിൽഡിംഗ്, അതുപോലെ കമ്പനിയുടെ മെഷീനറികൾ, അതുപോലെ കമ്പനിക്ക് സ്വന്തമായിട്ടുള്ള വാഹനങ്ങൾ, ഇതുപോലെ ഈ കമ്പനിക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം, അതുപോലെ തന്നെ കമ്പനി കുറേ കാലം പ്രവർത്തിച്ചു കഴിയുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു ഗുഡ് വില്ല്, അതായത് അതിനുണ്ടാകുന്ന ഒരു പേരുണ്ട്, ഒരു ബ്രാൻഡ് വാല്യൂ, ഇതെല്ലാം കമ്പനിയുടെ മൂല്യമാണ്, കമ്പനിയുടെ ആസ്തികളാണ്. ഈ മൊത്തത്തിലുള്ള ആസ്തികളെ പല പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ഓരോ ഭാഗത്തെയാണ് ഒരു ഷെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഷെയർ എന്ന കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ഒരു കമ്പനി തുടങ്ങുന്നെന്ന് സങ്കല്പിക്കുക. അതായത് ഒരു 10 ലക്ഷം രൂപ മുടക്കി ഞാൻ ഒരു പെൻസിൽ മാനുഫാക്ചറിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. ABC പെൻസിൽസ് എന്ന ഒരു കമ്പനിയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉള്ള പൈസ, അതായത് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം എനിക്ക് ഈ കമ്പനി തുടങ്ങുന്നതിന് ആദ്യം എനിക്ക് കുറച്ച് സ്ഥലം വാങ്ങിക്കണം. അപ്പോൾ ഞാനത് എൻ്റെ കയ്യിൽ നിന്നുള്ള പൈസ മുടക്കി ഞാൻ ആ സ്ഥലം വാങ്ങിക്കുന്നു. അതുപോലെ തന്നെ ഒരു ബിൽഡിങ്, ഈ കമ്പനി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബിൽഡിങ് പണിയുന്നു. അതുപോലെ ഈ കമ്പനിയിലെ പ്രൊഡക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ള വലിയ മെഷീനറികളെല്ലാം ഞാൻ വാങ്ങിക്കുന്നു. അങ്ങനെ പിന്നെ ഇതിനു വേണ്ടിയുള്ള വാഹനങ്ങൾ, ഇത് സെയിൽ ചെയ്യുന്നുള്ള വാഹനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ സ്വന്തം പണം മുടക്കി ഞാൻ വാങ്ങുന്നു. അങ്ങനെ ഞാൻ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ABC പെൻസിൽ മാനുഫാക്ചറിങ് കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ കമ്പനി ഇപ്പോൾ 10 ലക്ഷം രൂപ മുടക്കി തുടങ്ങിയ കമ്പനി എൻ്റെ സ്വന്തം കമ്പനിയാണ്. അതായത് ഇതിനകത്ത് വേറെ ഷെയർ ഹോൾഡേഴ്സ് ഒന്നുമില്ല. ഞാൻ എൻ്റെ സ്വന്തം കയ്യിലെ പൈസ മുടക്കി ഞാൻ തന്നെ തുടങ്ങിയ ഒരു കമ്പനിയാണ് ഇപ്പോൾ ഈ ABC പെൻസിൽസ് എന്നുള്ളത്. അങ്ങനെ ഞാൻ ഒരു വർഷത്തോളം ഈ കമ്പനി ഞാൻ നടത്തി. അപ്പോൾ അങ്ങനെ ഞാൻ ഈ കമ്പനിയുടെ സെയിൽസ് ഒരുപാട് വർദ്ധിപ്പിച്ചു. അങ്ങനെ കമ്പനിക്ക് ഒരുപാട് ലാഭം ഉണ്ടായി. കമ്പനി നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞ് ഞാൻ തീരുമാനിക്കുകയാണ്, എനിക്ക് ഈ കമ്പനി ഒന്നുകൂടി ഡെവലപ്പ് ആക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ഫണ്ട് ആവശ്യമുണ്ട്, കുറച്ച് പണം എവിടെന്നെങ്കിലും സംഘടിപ്പിക്കണം. അങ്ങനെ ഈ കമ്പനിയെ എനിക്ക് ഒന്നുകൂടി ഡെവലപ്പ് ആക്കണം എന്ന് ഞാൻ ചിന്തിക്കുന്നു. ആ അവസരത്തിൽ ഞാൻ പല മാർഗ്ഗങ്ങൾ ആലോചിക്കുന്നു ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഒന്ന്, പലരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഒരു ബാങ്ക് ലോൺ എടുക്കാം, തുടങ്ങിയ പല കാര്യങ്ങളും ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ ഇതെല്ലാം വളരെ റിസ്ക് ഉള്ള കാര്യമാണെന്നൊക്കെ മനസ്സിലാക്കി ഞാൻ മറ്റൊരു മാർഗം തേടാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ തീരുമാനിക്കുന്നു, എൻ്റെ ഇപ്പോൾ ഈ പ്രൈവറ്റ് കമ്പനിയെ ഞാൻ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറ്റുക, അതായത് ഒരു പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനിയായിട്ട് മാറ്റുക. അതിന് വേണ്ടിയിട്ട് ഞാൻ IPO എന്ന് പറയുന്ന ഒരു പ്രോസസ്സിങ് ചെയ്യുന്നു. IPO എന്ന് പറയുന്നത് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന ഒരു പ്രോസസ്സിലൂടെ ഞാൻ എൻ്റെ കമ്പനിയെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറ്റാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ ഞാൻ ഈ കമ്പനിയെ ഒരു പബ്ലിക്കലി ലിസ്റ്റഡ് കമ്പനി എന്ന രീതിയിലേക്ക് മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ആ അവസരത്തിൽ ഞാൻ ഇപ്പോഴുള്ള കമ്പനിയുടെ മൊത്തത്തിലുള്ള മൂല്യത്തെ ഞാൻ കണക്കൂട്ടുന്നു. അതായത് ഇപ്പോൾ ഞാൻ ഒരു വർഷം മുമ്പ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. പക്ഷേ ഒരു വർഷത്തിന് ശേഷം കമ്പനി ഒരുപാട് വളർന്നു. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ കമ്പനിയുടെ മൂല്യം എന്ന് പറയുന്നത് 20 ലക്ഷം രൂപയാണ്.
അങ്ങനെ സങ്കല്പിക്കുക. അപ്പോൾ 20 ലക്ഷം രൂപ ഇപ്പോൾ നിലവിൽ ഈ കമ്പനിക്ക് മൂല്യമുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ തുല്യ ഭാഗങ്ങളുള്ള പല ഷെയറുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനൊരു 500 രൂപ വിലയുള്ള ഒരു 4000 ഷെയറുകളായിട്ട് ഈ കമ്പനിയുടെ മൊത്തത്തിലുള്ള മൂല്യത്തെ ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. അതായത് 4000 × 500, അതായത് ഒരു ഷെയറിന് 500 രൂപ വീതം 4000 ഷെയറുകൾ, അങ്ങനെ മൊത്തത്തിൽ 20 ലക്ഷം രൂപ. അങ്ങനെ ഞാൻ എൻ്റെ കമ്പനിയെ IPO ചെയ്ത്, അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സിംഗ് ആണ്. IPO ചെയ്ത് ഞാൻ എൻ്റെ കമ്പനിയെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാക്കി മാറ്റി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 4000 ഷെയറുകളാണ് കമ്പനിക്കുള്ളത്. 4000 ഒരു ഷെയറിന് എൻ്റെ വില എന്ന് പറയുന്നത് 500 രൂപ. അങ്ങനെ 4000 ഷെയറുകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ 4000 ഷെയറുകളിൽ ഒരു കുറച്ച് ഷെയറുകൾ ഞാൻ പബ്ലിക്കിന് വിൽക്കാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനൊരു 1000 ഷെയർ വിൽക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 500 രൂപയാണ് ഒരു ഷെയറിൻ്റെ വില. അപ്പോൾ 1000 ഷെയറുകൾക്ക് സ്വാഭാവികമായിട്ട് 5 ലക്ഷം രൂപ. അപ്പോൾ ഞാൻ അങ്ങനെ ഈ 1000 ഷെയറുകൾ 5 ലക്ഷം രൂപയ്ക്ക് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഷെയറുകൾ ആദ്യമായിട്ട് എത്തുന്നത്. അപ്പോൾ ഈ രീതിയിൽ എനിക്ക് 5 ലക്ഷം രൂപ എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് എൻ്റെ കമ്പനി കൂടുതൽ ഡെവലപ്പ് ആക്കുന്നു. ആ രീതിയിൽ ഞാൻ ആ പണം ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ ഷെയറുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഷെയറുകളെ സൃഷ്ടിക്കുന്നതും അതുപോലെ തന്നെ അത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എത്തുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇതിന് ശേഷമാണ് ഷെയറിൻ്റെ യഥാർത്ഥത്തിലുള്ള ട്രേഡിംഗ് നടക്കുന്നത്. ഇപ്പോൾ എൻ്റെ കമ്പനിയുടെ 25% ഷെയറുകൾ ഇപ്പോൾ പബ്ലിക്കിൻ്റെ കയ്യിലാണുള്ളത്. അതായത് 1000 ഷെയറുകൾ ഇപ്പോൾ പബ്ലിക്കിൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ ഈ 1000 ഷെയറിൻ്റെ വില തീരുമാനിക്കുന്നതും പബ്ലിക് തന്നെയാണ്. ഇപ്പോൾ എൻ്റെ കമ്പനിയുടെ പെർഫോമൻസ് കൂടുമ്പോൾ ഷെയറിൻ്റെ വില സ്വാഭാവികമായിട്ടും കൂടും. എങ്കിലും പബ്ലിക്കാണ് കൂടുതലായിട്ടും ഇപ്പോൾ ഈ ഷെയറിൻ്റെ വില തീരുമാനിക്കുന്നത്. കാരണം ഇതിപ്പോൾ പബ്ലിക്കിൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഈ കമ്പനി നടത്തുന്നു, കമ്പനി വീണ്ടും ഡെവലപ്പ് ആകുന്നു, ലാഭം ഉണ്ടാക്കുന്നു. ആ രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ കമ്പനിയെക്കുറിച്ചൊരു നല്ല ഒരു അഭിപ്രായം പൊതുവേ ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നു. ഈ സമയത്ത് വേറെ കൂട്ടം ആളുകൾ ഈ പബ്ലിക്കിൻ്റെ കയ്യിലുള്ള 1000 ഷെയറുകളെ കൂടിയ ഒരു വിലയ്ക്ക് വാങ്ങാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ 500 രൂപയ്ക്ക് ഞാൻ വിറ്റ ഷെയറുകളെ ഷെയർ മാർക്കറ്റിൽ വേറെ കൂട്ടം ആളുകൾ അത് 600 രൂപയ്ക്ക് വാങ്ങുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഷെയർ വാങ്ങി മറച്ചു വിറ്റ ആൾക്ക് അപ്പോൾ തന്നെ ആ ഒരു ഷെയറിന് 100 രൂപ വീതം ലാഭം കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ 100 രൂപ വീതം ലാഭം കിട്ടുമ്പോൾ 100 × 1000 അപ്പോൾ തന്നെ ആ ഒരു മറച്ചു വിറ്റ ആ ട്രേഡ് നടത്തിയ ആൾക്ക് 1 ലക്ഷം രൂപ അപ്പോൾ തന്നെ ലാഭം കിട്ടുന്നു. അതായത് ഷെയറിൻ്റെ വില, അതായത് ഡിമാൻഡ് കൂടിയതനുസരിച്ച് ഷെയറിൻ്റെ വിലയും കൂടി. അതായത് ഇപ്പോൾ എൻ്റെ കമ്പനി നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്ന് മനസ്സിലായി, എൻ്റെ ഷെയറിന് ഡിമാൻഡ് കൂടി. അപ്പോൾ അതിൻ്റെ സപ്ലൈ വളരെ ലിമിറ്റഡ് ആയിരുന്നുകൊണ്ട് തന്നെ അതിൻ്റെ വില കൂടി. ഏതൊരു സാധനത്തിൻ്റെ വില കൂടുന്ന പോലെ തന്നെ സപ്ലൈ കുറയുന്നതനുസരിച്ച് ഡിമാൻഡ് കൂടുതലുള്ളതുകൊണ്ട് ഷെയറിൻ്റെ വിലയും കൂടി. അങ്ങനെ ഞാൻ 500 രൂപയ്ക്ക് വിറ്റ ഈ ഷെയർ വേറെ കൂട്ടം ആളുകൾ 600 രൂപയ്ക്ക് വാങ്ങിക്കുകയും അങ്ങനെ ഇത് മേടിച്ച് മറച്ചു വിറ്റ ഒരു ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് അതിൽ നിന്ന് തന്നെ ഇപ്പോൾ ഒരു ഷെയറിന് 100 രൂപ എന്ന രീതിയിൽ ലാഭം കിട്ടുകയും ചെയ്തു. അപ്പോൾ ഈ രീതിയിലാണ് ഷെയർ മാർക്കറ്റിൽ ഷെയറിൻ്റെ വില തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഷെയറിൻ്റെ വില അപ്പോൾ നിലവിൽ 500 രൂപയ്ക്ക് ഞാൻ വിറ്റ ഷെയറിൻ്റെ വില 600 രൂപയായിട്ട് മാറി. അപ്പോൾ ഈ സമയത്ത് ഈ ഷെയറിൻ്റെ വില മാത്രമല്ല, എൻ്റെ കയ്യിൽ ഞാൻ ഹോൾഡ് ചെയ്തിരിക്കുന്ന വേറൊരു 3000 ഷെയർ, അത് മൊത്തത്തിൽ നമുക്കുണ്ടായിരുന്ന 4000 ഷെയറാണ്. ഇതിൽ 1000 ഷെയറാണ് നമ്മൾ പബ്ലിക്കിന് വിറ്റത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു 3000 ഷെയറുണ്ട്. അതിൻ്റെ വിലയും അപ്പോൾ 600 രൂപയായിട്ട് വർദ്ധിക്കും. ഈ രീതിയിലാണ് ഷെയർ മാർക്കറ്റിൽ ഷെയറുകൾ ട്രേഡ് ചെയ്യപ്പെടുന്നത്. അതായത് ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് വില കൂടുന്ന പോലെ തന്നെ ഷെയറിൻ്റെയും വില കൂടുന്നു. ഈ രീതിയിൽ ട്രേഡുകൾ ഷെയർ മാർക്കറ്റിൽ നടക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഷെയർ മാർക്കറ്റിൽ ഷെയറിൻ്റെ വില കൂടുന്നത്. അപ്പോൾ ഇത് ഒരു സാധാരണ എക്കണോമിക്സ് തന്നെയാണ്. അതായത് ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ അതിൻ്റെ വില കൂടും. ഇതേ തത്വം തന്നെയാണ് ഷെയർ മാർക്കറ്റിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കമ്പനിയുടെ ഷെയർ വാങ്ങാനായിട്ട് കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ആ ഷെയറിൻ്റെ വില സ്വാഭാവികമായിട്ടും കൂടും. അതുപോലെ തന്നെ എൻ്റെ കമ്പനിയുടെ ഷെയർ വാങ്ങാൻ ആളുകൾക്ക് താല്പര്യമില്ലെങ്കിൽ ഷെയറിൻ്റെ വില ഷെയർ മാർക്കറ്റിൽ കുറയുകയും ചെയ്യും. അപ്പോൾ ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. ഇപ്പം വേറൊരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നത് പെൻസിലാണ്. പെൻസിൽ മാനുഫാക്ചറിങ് കമ്പനിയാണ് എൻ്റേത്. അപ്പോൾ ചിന്തിക്കുക, ഞാനിപ്പോൾ ഒരു പെൻസിൽ വിൽക്കുന്ന വില എന്ന് പറയുന്നത് ഒരു 2 രൂപയ്ക്കാണെന്ന് കണക്ക് കൂട്ടുക. അപ്പോൾ ഈ അവസരത്തിൽ വേറൊരു വലിയ മൾട്ടിനാഷണൽ കമ്പനി ഒരു പെൻസിൽ മാനുഫാക്ചറിങ് കമ്പനി തുടങ്ങുന്നു. അപ്പോൾ അവർ ഈ പെൻസിൽ ഉൽപ്പാദിപ്പിച്ച് 1 രൂപയ്ക്ക് വിൽക്കാമെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ഈ അവസരത്തിൽ ഈ എൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത, അതായത് എൻ്റെ ഷെയറുകൾ വാങ്ങിച്ച ആളുകൾ ചിന്തിക്കുന്നു, ഇപ്പോൾ 1 രൂപയ്ക്ക് മാർക്കറ്റിൽ പെൻസിലുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ കമ്പനിയുടെ ഷെയറുകൾക്ക് ഡിമാൻഡ് കുറയും. അപ്പോൾ ആളുകളുടെ ഒരു സെൻറ്റിമെൻറ്റ്സിൽ മാറ്റം വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ കമ്പനിയുടെ ഷെയറിൻ്റെ വില കുറയും എന്നുള്ളൊരു തോന്നൽ കൊണ്ട് തന്നെ ആളുകൾ അവരുടെ കയ്യിലുള്ള ഷെയർ വിറ്റ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും. ഇത്തരത്തിൽ കയ്യിലുള്ള ഷെയറുകൾ വിറ്റ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഇത് വാങ്ങാനായിട്ട് സ്വാഭാവികമായിട്ടും ആളുകൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ കമ്പനിയുടെ ഷെയറിൻ്റെ വില കുറയുകയും ചെയ്യും. കാരണം ഇപ്പോൾ പുതിയൊരു കമ്പനി വരുന്നു, അവർ വളരെ കുറഞ്ഞ വിലയിൽ പെൻസിൽ അല്ലെങ്കിൽ ഏതൊരു ഉൽപ്പന്നമാണെങ്കിലും വളരെ കുറഞ്ഞ വിലയിൽ മാർക്കറ്റിൽ എത്തിക്കുന്നു. അങ്ങനെയാകുമ്പോൾ അത് എൻ്റെ കമ്പനിക്ക് ഒരു ദോഷകരമായിട്ട് ബാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾ എൻ്റെ കമ്പനിയുടെ ഷെയർ കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ അത് വിറ്റ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ
സ്വാഭാവികമായിട്ടും അത് വാങ്ങാൻ ആളുകൾ കുറവാണ്, ഡിമാൻഡ് കുറയുന്നു. അത്തരത്തിൽ എൻ്റെ കമ്പനിയുടെ ഷെയറിന്റെ വില കുറയുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു വിശദീകരണം. ഇതിലും സിമ്പിളായിട്ട് നമുക്കിത് വിശദീകരിക്കാനായിട്ട് സാധിക്കില്ല. ഇതിൽ പല ടെക്നിക്കൽ മിസ്റ്റേക്കുകളും ഉണ്ട്. എങ്കിലും ഞാനിത് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ ഞാനിത് അവതരിപ്പിച്ചു തന്നേ ഉള്ളൂ. പിന്നെ കൂടുതലായിട്ട് ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും പല വീഡിയോകളും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ, അതുപോലെ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാനായിട്ട് താല്പര്യമുള്ളവർ, അങ്ങനെയുള്ളവരെല്ലാവരും ഈ വീഡിയോസ് കാണുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, അതുപോലെ വീഡിയോസ് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.